കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളതായ പാഠമാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 9-ാമത്തെ പാഠം, പാപം, സുവിശേഷം, ന്യായപ്രമാണം എന്നീ തലക്കെട്ടോടുകൂടിയുള്ള ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവസാനം വരെയും ഞങ്ങളോടൊപ്പം ഈ പാഠം പഠിക്കുവാൻ നിങ്ങൾ ആയിരിക്കുവാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അതുപോലെ പാസ്റ്റർ രാജു ജോസഫ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളതായ പാഠഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ തലക്കെട്ടു പോലെ തന്നെ പാപത്തെക്കുറിച്ചും ആ പാപത്തിന് പരിഹാരമായ സുവിശേഷം എപ്രകാരമാണ് എന്നും അതുപോലെ ന്യായപ്രമാണത്തിന് ഇതിൽ ഉള്ളതായ പങ്ക് എന്ത് എന്നും ഉള്ളതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 119-ന്റെ 93-94 വാക്യങ്ങളാണ്. ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. പാസ്റ്റർ മഹേഷ്, ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം മല്ലന്മാരെക്കുറിച്ച്, വീരന്മാരെക്കുറിച്ച്, പരാക്രമശാലികളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളതായ ഒരു വീര പരാക്രമിശാലിയായിരുന്നു നാം വേദപുസ്തകത്തിൽ കാണുന്നതായ ശിംശോൻ. ഈ സാംസണ് എപ്രകാരമായിരുന്നുവെന്നും തൻ്റെ ജീവിതം എപ്രകാരമായിരുന്നുവെന്നും ദൈവം എപ്രകാരമാണ് തന്നോട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നതുമൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ എങ്ങനെയാണ് ദൈവം ഈ ശിംശോനെ ഉപയോഗിച്ചത്? തൻ്റെ ജീവിത അന്ത്യത്തിലും ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നുവോ? എപ്രകാരമാണ് ഈ ശിംശോൻ ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചത്? ശിംശോൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സ്വർഗത്തിലെ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന, ഇവിടെ ശിംശോനെയും അതുപോലെ തന്നെ ദൈവം വേർതിരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ശിംശോൻ്റെ മാതാവിന് ദൈവം ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. കുഞ്ഞ് ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ എപ്രകാരമായിരിക്കണമെന്നും നാസീർവ്രതം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയും സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ശിംശോന് ഒരു ശക്തമായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ശിംശോനെ ആക്കിയിരിക്കുന്നത്. നമ്മൾ മുന്നമേ ചിന്തിച്ചു, മോശയെ ദൈവം മരണത്തിൽ നിന്നും വലിച്ചെടുത്തു മോശയിലൂടെ ഒരു വലിയ ദൗത്യം ചെയ്തു തീർക്കുന്നതിന് വേണ്ടി. എന്നാൽ അവിടെ മോശ ശക്തമായി വിജയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ ശിംശോനെയും അപ്രകാരം ഫെലിസ്ത്യരുടെ കരങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ശിംശോൻ്റെ ജനനത്തിങ്കൽ തന്നെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ വളർന്നു വരുമ്പോൾ ശിംശോൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ലോകമോഹങ്ങളിൽ അകപ്പെട്ട ശിംശോൻ അവസാനം സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ശിംശോന് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന ഈ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതായിട്ടുള്ള കാര്യം, നമ്മളെ ഓരോരുത്തരെയും പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ വംശവും സ്വന്തം ജനവുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെയും ദൈവം ശിംശോനെയും മോശയെയും ദാവീദിനെയും ഒക്കെ പോലെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അന്ത്യനാളുകളിലായിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിന് പ്രകാശങ്ങളാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ശിംശോനെ പോലെ തകർന്നു പോവുകയാണെങ്കിൽ നമ്മളും പരാജയപ്പെട്ടവരുടെ പട്ടികയിലായിത്തീരും. എന്നാൽ മോശയെപ്പോലെ നമ്മൾ വിജയിക്കുന്നുവെങ്കിൽ നമ്മൾ വിജയികളുടെ പട്ടികയിലായിത്തീരും എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ശിംശോൻ നമുക്ക് നൽകുന്നത് ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പാസ്റ്റർ, ഈ ശിംശോൻ്റെ ജീവിത പാഠം നാം പഠിക്കുമ്പോൾ ഈ വൻ വിവാദം എപ്രകാരം വാസ്തവമാണ് എന്ന് നാം മനസ്സിലാക്കും. തീർച്ചയായിട്ടും വൻ വിവാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രകൃതിയാൽ നമുക്ക് കാണുന്നതായ ശക്തികളെ, അതൊരു പൈശാചികമായിട്ടുള്ളതായ ഒരു ഇടപെടിയിലായിരിക്കാം.
ആത്മീയ ഗോളത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ടതായ പ്രവൃത്തികളായിരിക്കാം, വ്യക്തി ജീവിതങ്ങളിലുണ്ടാകുന്നതായ വ്യതിയാനങ്ങളായിരിക്കാം. ഇവിടെ നമ്മൾ ശിംശോൻ്റെ കഥ പഠിക്കുമ്പോഴത്തേന് ശിംശോനെ ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ തക്കവണ്ണം ലൗകികമാകുന്നതായ സുഖഭോഗങ്ങളിലേക്ക് മുഴുകിയപ്പോഴാണ് അദ്ദേഹം അതിൽ വീണുപോയത്. ആത്മീയരായിരിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത്, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പ്രത്യേകം വിളിക്കപ്പെട്ടതായ ഒരു ജനമായിരിക്കുന്ന നാം ഓരോരുത്തരും ആത്മീയ ഗോളത്തിൽ ദൈവത്തിനോട് ചേർന്ന് സമന്വയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവികമാകുന്ന ചിന്തയിൽ കൂടി മാത്രമായിരിക്കണം നമ്മൾ ജീവിതം നയിക്കേണ്ടത്. ലോകത്തിൽ മുഴുകി നാം ജീവിക്കുകയാണെങ്കിൽ, ലോകസുഖങ്ങളിൽ മുഴുകി നാം ജീവിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ മീഡിയ നമ്മളെ വഴിതെറ്റിക്കും, ഇന്നത്തെ ആഹാരക്രമം നമ്മളെ വഴിതെറ്റിക്കും, അതുപോലെ തന്നെ ഇന്നത്തെ വസ്ത്രധാരണം നമ്മെ വഴിതെറ്റിക്കും, അതുപോലെ തന്നെ ഇന്ന് മനുഷ്യൻ ശരീരത്തിൽ ഉണ്ടാക്കുന്നതായ ചില സൗന്ദര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചകുത്തുക, മറ്റുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ളതായ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ആത്മീയതയെ നാം ഓരോരുത്തരും മറന്നു പോകുന്നൊരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ടത്, ഇപ്രകാരമുള്ളതായ വിവാദങ്ങൾ, വൻവിവാദം എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. കാരണം പിശാചും ദൈവവും തമ്മിലുള്ളതായ ഒരു വടംവലിയാണ്. നാം ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഇത് ഒരു പ്രശ്നമായി കാണുന്നില്ല എങ്കിൽ പോലും സാത്താൻ ദൈവജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ശിംശോൻ്റെ ഭാര്യയായ ദലീലയിലൂടെ ശിംശോനെ വശീകരിച്ചതുപോലെ ഇന്ന് സാത്താൻ ദൈവത്തിൻ്റെ മക്കളെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ഞാൻ സ്നേഹം കൂടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നോട് ഉള്ള സ്നേഹം കൊണ്ടായിരിക്കാം എന്നുള്ളതായ ചിന്തയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുവെങ്കിലും അത് ഇതിലൂടെ ഓടുന്നതായ അന്തർധാര എന്ന് പറയുന്നത് സാത്താൻ മനുഷ്യനിലൂടെ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, നാം ശിംശോനെ കുറിച്ചും വൻ വിവാദത്തെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ശിംശോന് പറ്റിയതുപോലുള്ളതായ അബദ്ധങ്ങൾ നമുക്ക് പറ്റാതിരിക്കാൻ, അഥവാ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതിരിക്കാൻ നാം എങ്ങനെ മുൻകരുതലുകൾ എടുക്കണം? ഇവിടെ ശിംശോന്റെ ജീവിതം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ശിംശോനെ ദൈവം വേർതിരിച്ചു, ദൈവം വിളിച്ച് വേർതിരിച്ചു. പക്ഷേ ശിംശോനെ ഫെലിസ്തീനെ തോൽപ്പിക്കത്തക്ക രീതിയിൽ ശക്തിമാനായിട്ടാണ് ദൈവം ശിംശോനെ ആക്കി വച്ചിരിക്കുന്നത്. എന്നാൽ തൻ്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ആ ബലത്തിൽ, തൻ്റെ ശക്തിയിൽ ഈ ശിംശോൻ ആശ്രയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ശിംശോന് പരാജയം ഉണ്ടാകുന്നത്. കാരണം ശിംശോൻ ചിന്തിച്ചു, ശിംശോൻ്റെ മുടി വെട്ടി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ശക്തിമാനാണ് എന്ന് ശിംശോൻ ആ സമയത്ത് ശിംശോൻ ചിന്തിച്ചു. ഇതുപോലെ തന്നെയാണ് ലൂസിഫറും ചിന്തിച്ചത്. ലൂസിഫറിനെ മുത്തുകളാലും പവിഴങ്ങളാലും ഒക്കെയും ദൈവം സൃഷ്ടിച്ച് ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും ആക്കി വച്ചപ്പോൾ തൻ്റെ സൗന്ദര്യത്തിലും തൻ്റെ ജ്ഞാനത്തിലും ലൂസിഫർ അഹങ്കരിക്കുകയും അതിനെ അലക്ഷ്യമാക്കി കളയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ലൂസിഫറിന് സ്വർഗത്തിൽ നിന്നും വീഴേണ്ടി വന്നത്. ദൈവം നമ്മളെയും ഇതുപോലെ തന്നെ ആവശ്യമായ ആത്മീക വരങ്ങൾ കൊണ്ടാണ് ദൈവം നമ്മളെയും ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കും ആത്മീക വരങ്ങളെ നൽകിയിരിക്കുന്നു. അത് ദൈവനാമ മഹത്വത്തിന് ഉപയോഗിക്കണമെന്നുള്ള രീതിയിലാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയും ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കി, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ സർവ്വതും ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി, ദൈവ ഇഷ്ടമാണ് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. പാസ്റ്റർ, നാം എല്ലാവരും പാപികളാണ്. ഈ പാപികളായിരിക്കുന്നതായ നമുക്ക് ദൈവത്തിലേക്ക് എപ്രകാരമാണ് മടങ്ങി ചെല്ലാൻ സാധിക്കുന്നത്? ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി ചെല്ലുവാനായിട്ടെന്ന് പറയുന്നത്, പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഏറ്റുപറച്ചിലെന്ന് പറയുന്ന ഒരു ശിംശോൻ തൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് ചിന്തിച്ചപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവസാനവട്ടം ദൈവമേ ഒരു വട്ടം കൂടെ, ദൈവം ആ പ്രാർത്ഥന കേട്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു പാപിക്കും ദൈവത്തിലേക്ക് മരം തിരിയാൻ സാധ്യമാകും. അതിനൊരു സമയപരിധിയില്ല, എപ്പോൾ വേണമെങ്കിലും. വേദവസ്തം തന്നെ അതാണ് പറയുന്നത്, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. അത് പറഞ്ഞാൽ മാനസാന്തരപ്പെടുവാനായിട്ട് എപ്പോഴും നമുക്ക് സമയം ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട്
നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേദപുസ്തകം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6:33 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി എന്തു ചെയ്യും? സകലതും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യമാകും. ഇന്ന് നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും മനസ്സില്ലായ്മ കൊണ്ട് മാത്രമാണ് നാം നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാ മനുഷ്യനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ വീണു പോയെന്ന് പറയുമ്പോഴത്തേന് ആ വീഴ്ചയുടെ ആഘാതം അത് കഠിനമായത് അവൻ്റെ പിന്നീടുള്ളതായ തുടർ തിരഞ്ഞെടുപ്പുകളാണ്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുണ്ടായാൽ ആ വീഴ്ചയെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പശ്ചാത്തപിക്കുവാനും നമുക്ക് മാനസാന്തരപ്പെടുവാനും സാധ്യമാകും. പാസ്റ്റർ മഹേഷ്, നമുക്ക് ഈ മനഃപൂർവ്വമല്ലാത്തതും ആകസ്മികവുമായ പാപങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? വേദപുസ്തകം പറയുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ, അതായത് നമുക്ക് ശിക്ഷ ലഭിക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ മരണത്തിൽ വീഴാത്തതായിട്ടുള്ള പാപവുമുണ്ട് എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, തിരുവചനം പറയുന്നു കൽപ്പനാ ലംഘനമാണ് പാപം, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നതായിട്ടുള്ള പാപങ്ങൾ നമ്മൾ അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യാം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തവന് ശുഭം വരികയില്ല എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. തിരുവചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, നമുക്ക് പക്ഷപാതം ചെയ്യുന്ന ഒരു പുത്രനായ ക്രിസ്തുവാണ് നമ്മോട് കൂടെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ ഭാഗത്തുള്ളത്. ആ ക്രിസ്തു നമ്മളെപ്പോലെ ആയിരുന്നത് കൊണ്ട്, നമ്മൾ പാപമൊഴികെ മറ്റെല്ലാത്തിലും നമുക്ക് സമനായിരുന്നത് കൊണ്ട് നമ്മുടെ ബലഹീനതകളെ അറിയാവുന്ന ഒരു ദൈവമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ മധ്യസ്ഥന് കൃത്യമായിട്ടും അറിയാം നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ പരീക്ഷകൻ എപ്രകാരമാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്നൊക്കെയും. അതുകൊണ്ട് തന്നെ നമ്മോട് ആ കൃപ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു ദൈവത്തോട് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ് വേണ്ടത്. പാസ്റ്റർ രാജു, സമാനമായ ഒരു ചോദ്യം പാസ്റ്ററോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് പാപം എന്ത് എന്ന് ചോദിച്ചാൽ അറിയാം, എന്നാൽ ഒരു അക്രൈസ്തവന്, ക്രിസ്തുവിനെ അറിയാത്തതായ ഒരു വ്യക്തിയെ എന്താണ് പാപം എന്ന് നിങ്ങളെങ്ങനെ നിർവചിച്ചു കൊടുക്കും? നമുക്ക് ഒറ്റ വാക്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, 1 യോഹന്നാൻ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്, അധർമ്മം ചെയ്യുന്നത് പാപം, അധർമ്മം പാപമാണെന്ന്. അത് എല്ലാവർക്കും അറിയാൻ പറ്റും. ധർമ്മത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഏത് ക്രിയയും പാപമായിട്ട് കണക്കാക്കപ്പെടും. ഇന്ന് നമുക്കറിയാം, നമുക്കൊരു ഒരു ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളത്, മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കൊരു പൊതു ധാരണയുണ്ട്. ഒരു മുഖ്യധാരയിൽ നമുക്കൊരു ധാരണയുണ്ട്, നാം എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവൻ്റെ കുടുംബത്തിൽ ഇടപെടിയിൽ എങ്ങനെയായിരിക്കണം, ആരോട് എങ്ങനെ നാം സംസാരിക്കണം, തൻ്റെ മാതാവ്, പിതാവ്, ബന്ധുക്കൾ, സഹോദരങ്ങൾ, ദേശവാസികൾ, അവരിലൊക്കെ ഒരു വേർതിരിവുണ്ട്. ആ വേർതിരിവുകൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെ ഇടപെടണമെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോഴും നമുക്ക് ഈ പ്രകാരമുള്ളതായ ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വേണ്ട പ്രാധാന്യം നമ്മൾ നൽകുന്നില്ല. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വജീവിയെ, നമ്മളല്ലെങ്കിൽ സഹജീവിയോടാണല്ലോ നമ്മുടെ ഇടപെടിയിലെല്ലാം തന്നെ, സഹജീവിയെ നാം വേണ്ട വിധം കാണുന്നില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഇപ്പം നമ്മളെല്ലാവരും ദൈവവചനം അറിയുന്നവരും ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്നവർ, എന്നാൽ ദൈവവചനം അറിയാത്തവരാണെങ്കിൽ ആ ആളെ നമ്മളെന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാപത്തെക്കുറിച്ച് അവർക്ക് തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടണം. രണ്ടാമത് എന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 3:20 പറയുന്നത്, ന്യായപ്രമാണത്താൽ ഒരു ജഡവും വിധിക്കപ്പെടുന്നില്ല. പക്ഷേ എന്താണ് ചെയ്യുന്നത്? നാം എല്ലാവരും ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുന്നു. പാപം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്, അല്ലെങ്കിൽ ഒരു നിയമമാണ്. നിയമസംഹിതയ്ക്കകത്ത് നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ എന്താണ് തെറ്റ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുവാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് ഇവ രണ്ടും, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും, അത് ദൈവത്തിൻ്റെ വചനം അറിയാതെ, അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ നമുക്കൊരു അക്രൈസ്തവൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അവരെ ബോധം വരുത്തുവാനായിട്ട് സാധ്യമായി തീരും. പാസ്റ്റർ മഹേഷ്, ഈ ന്യായപ്രമാണം എന്താണ് എന്നും അത് നമ്മെ എപ്രകാരമാണ് നിയന്ത്രിക്കുന്നതെന്നും ചുരുക്കമായി പറയാം. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിയമസംഹിതകളുണ്ട്.
അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള നിയമസംഹിതകളാണ് ദൈവകൽപ്പനകൾ. ആ കൽപ്പനകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് ദൈവത്തിൻ്റെ രാജ്യത്തെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കൽപ്പനകളുടെ ലംഘനം എന്ന് പറയുന്നത് പാപമാണ്, അല്ലെങ്കിൽ തെറ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ കൽപ്പനകൾ അനുസരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, നാം എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഈ സ്നേഹത്തിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനിവാര്യമാണോ? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എങ്ങനെയാണ് സ്നേഹത്തെ കാണിക്കുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം സ്നേഹത്തിന് അനിവാര്യമാണ്. കാരണം നിർവ്യാജ സ്നേഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം വേദപുസ്തകം തന്നെ അതാണ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്താ ചെയ്യും? എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളും. അപ്പോൾ യോഹന്നാൻ 14:15 തോന്നുന്നു. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ദൈവത്തെ നാം എപ്രകാരം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് ദൈവത്തെ നമുക്ക് ഏതൊരു കാര്യത്തിന് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഒരു പ്രവൃത്തി അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത് സ്നേഹമാണ്. അത് ഏത് പ്രവൃത്തിക്കും അത് തന്നെയാണ്. ഒരു വ്യക്തിബന്ധമാണെങ്കിലും, ഒരു കുടുംബബന്ധമാണെങ്കിലും, ഒരു സഭയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും, ഒരു നേതൃത്വ നിരയിലുള്ള ബന്ധമാണെങ്കിലും, അവിടെയൊക്കെയും സ്നേഹമുണ്ടെങ്കിൽ അതിനൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസൃതമായിട്ടേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും പൂർത്തീകരണം എന്ന് പറയുന്നത് സ്നേഹമാണെന്നുള്ള കാര്യം നാം എല്ലാവരും വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ സ്നേഹം നിയമത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. തീർച്ചയായിട്ടും. പാസ്റ്റർ, ഈ അറിയുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇത് എങ്ങനെയാണ് രണ്ടാകുന്നത്? ഇത് രണ്ടും അനിവാര്യമായിരിക്കുന്നത് എങ്ങനെയാണ്? 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ അറിയുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സത്യം നിങ്ങളിലില്ല, നിങ്ങൾ കള്ളനാകുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു, പക്ഷേ ദൈവഹിതപ്രകാരം നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് രണ്ടും രണ്ടായിപ്പോവും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു സകലതും ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ ആ ക്രിസ്തു പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ക്രിസ്തു മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കള്ളന്മാരാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യമില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ ഏകസത്യ ദൈവമായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവം നമ്മോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രമാണിക്കുകയും ചെയ്യുമ്പോഴാണ് അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ടും രണ്ടായിപ്പോവും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ആ അറിയുക എന്നതുകൊണ്ട് നമുക്കൊരിക്കലും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. അത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മാത്രമാണ്. എന്നാൽ പ്രവൃത്തിക്ക് അധിഷ്ഠിതമായ വിശ്വാസം കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി കൃപ ചൊരിഞ്ഞ, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ക്രിസ്തു നമ്മളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ അറിഞ്ഞിരിക്കുന്നു, പക്ഷേ നിങ്ങൾ എന്നെ അറിഞ്ഞിട്ട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചില്ല എങ്കിൽ നിങ്ങൾ കള്ളന്മാരാകുന്നു എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. ഇനി നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് പാപമെന്ന്. തിരുവചനം പറയുന്നു, ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ ഈസ് സിൻ. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ഇനി ആരൊക്കെ പാപം ചെയ്തിരിക്കുന്നു എന്നും തിരുവചനം പറയുന്നു. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്നും കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും മരിക്കുവാനിരുന്ന ഇടത്ത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട്. അങ്ങനെ വിശ്വസിക്കുക, പ്രവൃത്തിയുള്ള വിശ്വാസത്തോടു കൂടി ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് അതുവരെയുള്ള നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതുക്കമുള്ളൊരു സൃഷ്ടിയായി വീണ്ടും നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞുവെന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നും വരുന്നത്. ഇല്ല എങ്കിൽ രണ്ട് തലത്തിലായിപ്പോൾ. പാസ്റ്റർ മഹേഷ് പറഞ്ഞതുപോലെ നാം അറിയുകയും പ്രവർത്തിക്കുകയും എന്ന് പറയുന്നത് അത് രണ്ടും രണ്ടാണ്. പക്ഷേ അത് രണ്ടും നാം ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒന്നായി തീരുന്നതായ ഒരു അവസ്ഥയും ഉണ്ട്.
അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യരെ ന്യായപ്രമാണം അനുസരിക്കുവാനാണോ പ്രോത്സാഹിപ്പിച്ചത്, അതോ അതിനെ നിരാകരിക്കുവാനാണോ പ്രോത്സാഹിപ്പിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴത്തേന് ന്യായപ്രമാണം അവർക്കൊരു ഭാരമായിട്ട് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അത് പ്രവൃത്തിപഥത്തിൽ എപ്രകാരം പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വാക്കുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 പറയുകയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല, പിന്നെ എന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഒരുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഒരുക്കുന്ന നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് കാണുവാൻ സാധ്യമാകും ഹോശേയുടെ പ്രവചനത്തിൽ പറയുകയാണ് 4 അതിൻ്റെ 6-ാമത്തെ വാക്യം, പരിജ്ഞാനമില്ലാതെ എൻ്റെ ജനം എന്ത് ചെയ്തിരിക്കുകയാണ്, നശിച്ചു പോയിരിക്കുക എന്ന് പറയുന്നത്. അപ്പം പരിജ്ഞാനം ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, ദൈവീയമാകുന്ന ഭയം നമുക്ക് ആവശ്യമാണ്. ഇവിടെ പാസ്റ്റർ പ്രതിപാദിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാൻ സാധിക്കും. പാപം എപ്രകാരം മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നു, അതുപോലെ തന്നെ രക്ഷാപദ്ധതി ന്യായപ്രമാണം നമ്മളെ അതിൽ നിന്ന് ഒരു ചൂണ്ടുവലയായിട്ട് നമ്മളെ വഴി കാണിക്കുന്നു. അതിന് അവസാനമെന്ന് പറയുന്നത് നമ്മുടെ രക്ഷ അത് സുവിശേഷമായിട്ട് കർത്താവിൽ കൂടി രക്ഷ പ്രാപിക്കുന്നു. ഈ പാഠം നമ്മുടെ പ്രേക്ഷകർക്കും അത് നമുക്ക് തന്നെയും അത് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ രാജുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമാകുന്ന സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ഇതാ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് അടിയങ്ങൾ പഠിച്ചതായ പാഠം, പാപം, സുവിശേഷം, ന്യായപ്രമാണം, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഘടകമാണ്. പാപത്തെ വിട്ടൊഴിയുവാനും അങ്ങയിൽ ആശ്രയം വയ്പ്പാനും അങ്ങയുടെ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളെ കേൾവിക്കാർ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണം. മാനവും മഹത്വവും എടുക്കണം. പ്രാർത്ഥന ഏറ്റിരിക്കുക. സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പാഠം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം സ്റ്റുഡിയോയിൽ കടന്നു വന്നതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ മഹേഷ്, താങ്ക് യു സോ മച്ച്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനെ രക്ഷിപ്പാൻ കടന്നു വന്നപ്പോൾ കർത്താവ് തൻ്റെ പിതാവ് നൽകിയതായ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിക്കുകയും ചെയ്തു. ആ നിയമലംഘനം നടത്തിയതായ മനുഷ്യനെ രക്ഷിക്കുവാനും ആ നേരായ പാതയിലൂടെ നയിപ്പിക്കുവാനും കർത്താവ് യേശു ക്രിസ്തുവിന് എപ്രകാരം സാധിച്ചുവെന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ ദൈവവുമായി നിരപ്പിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം പ്രവൃത്തിയാലല്ല, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ നീതി നിവർത്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ആ മഹത്വത്തിൽ ആശ്രയിപ്പാൻ നമ്മെ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.